എൻ്റെ വീഡിയോസ് പതിവായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ ഗ്രേ ഹെയർ കൺസീൽ ചെയ്യാനായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്ന ഹെന്നയാണ്. ബീട്രൂട്ട് ഹെന്നയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് വർഷമായില്ലേ, എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തിൽ കൂടുതൽ തന്നെയായി ഞാൻ ഹെന്ന തന്നെ ചെയ്യുന്നു. അപ്പോൾ എനിക്കതങ്ങ് ബോറടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മാറ്റി പിടിക്കാമല്ലോ എന്ന്. അങ്ങനെയാണ് ഞാൻ മുടി കളർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പാർലറുകളിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന ചെയ്യുന്ന ഹെയറിൽ എന്തെങ്കിലും ചെയ്യുക, അതായത് ഇപ്പോൾ കളർ ചെയ്യാൻ തന്നെ അവർക്ക് ഭയങ്കര മടിയാണ്. അത് പാർലറുകാരധികം പ്രോത്സാഹിപ്പിക്കില്ല. അവർക്ക് ഭയങ്കര മടിയാണ് ഹെന്ന ചെയ്യുന്ന ഹെയറിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റ് ഞാൻ തന്നെ ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരിക്കൽ മുടിയുടെ ടിപ്സിൽ റെഡ് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാരഡൈസ് കളറിൻ്റെ അത് കളർ മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ ചെയ്യാൻ പോകുന്ന ബി ബ്ലണ്ടിൻ്റെ ഹെയർ കളറാണ്. വർഷം 2018 തൊട്ടാണ് ഞാൻ ഹെന്ന ചെയ്ത് തുടങ്ങിയത്. അതിന് മുമ്പ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബി ബ്ലണ്ടിൻ്റെ കളേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ വീണ്ടും അതിലേക്ക് തന്നെയാണ് ഞാൻ ചാടിയിരിക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ 3 ട്യൂബ്സാണ് ഉണ്ടാവുക. ഒരു കളറൻറ്റ്, ഒരു ഡെവലപ്പർ ആൻഡ് എ സിൽക്ക് ടോണിക്. ഇത്രയാണ് അതിൻ്റെ കൂടെ ഉണ്ടാവുക. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഗ്ലൗസും ഉണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൗസും ഉണ്ടാവും. 2018 ഞാൻ ഈ പാക്കറ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുടി കളർ ചെയ്യാനുള്ളൊരു ബ്രഷും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത് ഉണ്ടായിരുന്നില്ല. കളർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും 24 മണിക്കൂർ മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം അലർജീസോ ചൊറിച്ചിലോ റിയാക്ഷൻസോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ കളർ ചെയ്യാൻ പാടുള്ളൂ. ഈ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 3 ട്യൂബ്സിൽ നിന്നും ഓരോ തുള്ളി വെച്ച് പ്രോഡക്റ്റ് എടുത്ത് നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ പുറകിൽ ചെവിയുടെ ബാക്കിലായിട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. 24 hours ആയിട്ട് നമുക്ക് ചൊറിച്ചിലോ ബാക്കി റിയാക്ഷൻസോ ഒന്നും ഇല്ലെങ്കിൽ കളർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കളർ ചെയ്യുന്നതിന് മുന്നായിട്ട് നല്ലോണം തന്നെ മുടി ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ മുടി ഹെന്ന ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 മാസത്തോളം മുടി ഹെന്ന ചെയ്യാതെ കളർ എത്രമാത്രം ഫെയ്ഡാവുന്നു അത്രയും കളർ ഫെയ്ഡായതിന് ശേഷമാണ് ഈ ബ്ലാക്ക് കളർ ചെയ്തത്. കാരണം ഇപ്പോൾ ഹെന്ന ചെയ്യുന്ന മുടിയാണല്ലോ, കളർ പിടിക്കുമോ ഇല്ലയെന്ന് തന്നെ എനിക്ക് വളരെയധികം ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മണ്ടത്തരം പറ്റിയായിരുന്നു. നമ്മൾ സ്കിന്നിലൊക്കെ കുറച്ച് വാസലിൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡൈ നമ്മുടെ സ്കിന്നിലായാലും അത് കറയാവാതിരിക്കും. ഞാൻ ചെയ്ത സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് 100% ഗ്രേ കവറേജ് ആയിരുന്നു. നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ, എല്ലാ മുടി കവറായിട്ടുണ്ട്. ഗ്രേ ഹെയർ ഒന്നും തന്നെ കാണാനില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല സാധനമാണ്.